ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. അപ്പോൾ നമ്മുടെ ചാനൽ ഒട്ടും റീച്ച് ആവാതെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. റീച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്ലാൻ. ഇപ്പം നമ്മൾ രേണുസുതി എന്ന മാറ്റർ വിട്ട് കളിക്കാം അല്ലേ. രേണുസുതി ഇറ്റ്സ് നോട്ട് അറ്റ് എ വെരി ട്രെൻഡിങ് സബ്ജക്റ്റ് എന്ന് തോന്നുന്നു. രേണുസുതി അധികം ട്രെൻഡിങ്ങിലോട്ട് വരുന്നില്ല. നമുക്ക് സംതിങ് എൽസ് പിടിച്ചാലോ? ഇതെന്താണെന്നറിയാം, ജീരകമുട്ടായി. Okay, so we are into the nostalgic era അല്ലേ. നമ്മൾ ഒരു നൊസ്റ്റാൾജിക് എറ കണ്ടു നടക്കുന്ന ഒരു ജനറേഷൻ ആണെന്ന് തോന്നുന്നത്. പഴയ കാര്യങ്ങളെ റീപ്രമോട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻസുകളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസും അതൊക്കെയാണല്ലോ കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും സ്പെസിഫിക് ആയിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ മഴ എന്നുള്ളത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു മഴയുടെ ഒരു ഫീല് ഇപ്പോഴത്തെ മഴയ്ക്കില്ല എന്ന് പറയാം അല്ലേ. ഇപ്പോഴത്തെ മഴ എന്തോ ഇങ്ങനെ വന്നങ്ങ് പെയ്തു പോകുന്നു അല്ലേ. പണ്ടങ്ങനല്ല. പണ്ട് എന്തോ ആ മഴയ്ക്ക് തന്നെ ഒരു ഇമ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ജൂണിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി വി ആർ പ്രിപ്പയറിങ്, നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് ആ പ്രിപ്പറേഷൻസിൻ്റെ പാർട്ടായിട്ട് തന്നെ അതൊരു സുഖമായ പ്രിപ്പറേഷൻ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് കുട വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പം സ്കൂളിൽ പോകുന്ന വഴിയിൽ ഈവൻ നമ്മുടെ യൂണിഫോം ആയാലും ആ നനയുന്നതായാലും ആ സ്കൂൾ വരാന്തകളിലൂടെയുള്ള നമുക്ക് ആ മഴ നോക്കിയിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ 1986 to 1996 വരെയുള്ള ജനറേഷൻസിലുള്ള ആൾക്കാർ കൂടുതലും എക്സ്പ്ലോയിറ്റ് ചെയ്തേക്കുന്ന ദാറ്റ് കൈൻഡ് ഓഫ് റെയിൻ അല്ലേ. ഇപ്പം ഉള്ള റെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെയിനുണ്ട്, പക്ഷെ ആ റെയിനായിട്ട് സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നൊസ്റ്റാൾജിക് ടോപ്പിക്സുകളിൽ മെയിൻ നമുക്ക് പറയാൻ പറ്റുന്നത് റെയിൻ തന്നെയാണ്. എല്ലാ തരത്തിലുള്ള നൊസ്റ്റാൾജിക്സും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ റെയിൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലൈഫ് എക്സ്പീരിയൻസ് കാണും. നമ്മുടെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മ്യൂച്വലി ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് കുഡ് ബി എ ഗ്രേറ്റ് നൊസ്റ്റാൾജിക് റിസൾട്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൽ ബേസിക് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ റെയിൻ മൊമെൻറ്റ്സാണ് കൂടുതലും നമുക്ക് മീൻസ് അൺഫോർഗറ്റബിൾ എന്നുള്ള രീതിയിൽ കിടക്കുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ അങ്ങനെയുള്ള റെയിൻ സൗണ്ട് കേൾക്കാൻ തന്നെ ആക്ച്വലി വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് അല്ലേ. ഇപ്പം മിക്കപ്പോഴും നമ്മൾ ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് റെയിൻ സൗണ്ട് കേൾക്കുന്നത് മ്യൂസിക് പ്ലേ ചെയ്തിട്ടൊക്കെയാണ് അല്ലേ. So this is what about my nostalgic. This is just for video. I just want to know how this YouTube algorithm working. I will do lot of videos. So finally I want to learn how the YouTube will accept our videos and all without quality, without sound quality. Even if they are accepting, what are the criteria നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ. Okay, bye bye.